ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമലയിലെ തങ്ക കവാടം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. ബംഗളൂരുവിലും ചെന്നൈയിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇവ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയതായാണ് വിവരം. ചെന്നൈയിലെ ചടങ്ങിൽ നടൻ ജയറാമിനെയും ഉപയോഗിച്ചു. തന്റെ പൂജാമുറിക്ക് മുന്നിൽ തങ്ക കവാടം 15 മിനിറ്റ് വെച്ചു എന്ന് ജയറാം 24-നോട് പറഞ്ഞു. സമ്പന്നരായ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2019 സ്വപ്നദർശനമെന്ന് പറഞ്ഞാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. ഒപ്പം വിജയമല്യ സ്വർണം പൂശി നൽകിയ ശ്രീകോവിൽ കവാടം മാറ്റണമെന്നും സ്പോൺസറുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതിയും നൽകി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ച് പണം ഈടാക്കി. തങ്ക കവാടം ആന്ധ്രയിലെ വ്യവസായിയുടെ സംഭാവനയായിരുന്നു. കവാടം സ്വർണം പൂശിയ ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢതന്ത്രങ്ങൾ. അയ്യപ്പ ഭക്തരായ നടൻ ജയറാം, ഗായകൻ വീരമണി രാജു, വ്യവസായി കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂജാ ചടങ്ങ്. പിന്നാലെ ജയറാമിന്റെ വീട്ടിലേക്ക്. ഇത് പോകുന്ന വഴി എന്റെ വീട് അവിടെയാണ്. അവിടെ ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. അപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോ അങ്ങനെ ആ പൂജ കാണിക്കുന്നത് എന്റെ വീടല്ല, അത് ഫാക്ടറിയിലാണ്. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ പണസമാഹരണത്തിന്റെ വഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കി. മൂവാറ്റുപുഴയിലെ ഒരു വീട്ടിൽ ഒരു രാത്രിയും പകലും സൂക്ഷിച്ചു. ഇതിന് ലക്ഷങ്ങൾ ഈടാക്കി. കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ പോറ്റിക്ക് വേണ്ടിയാണ്. ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമലയിലെ നെയ്യഭിഷേകത്തിന്റെ പേരിലും ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്ന് ദേവസ്വം വിജിലൻസിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബംഗളൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിന് എത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത്. 2021 ജനുവരി 1 ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തനു വേണ്ടിയെന്ന് പറഞ്ഞ് 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൊണ്ടുവന്നത്. പമ്പയിൽ നിന്ന് ട്രാക്ടറിലായിരുന്നു തേങ്ങ കൊണ്ടുവന്നത്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അയ്യപ്പന് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നതാണ് നെയ്ത്തേങ്ങ. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരണമെന്നതാണ് ആചാരം. ട്രാക്ടറിൽ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്തതിൽ ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. മകരവിളക്ക് സീസൺ സമയത്ത് 10,000-കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആചാരം പോലും നോക്കാതെയുള്ള VIP പരിഗണന. 2021 മുതൽ 23 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം. 24 തിരുവനന്തപുരം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മറ നീങ്ങാതെ ദുരൂഹത. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പുപാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുമില്ല. വിജയമല്യ നൽകിയ സ്വർണം എവിടെ എന്നതിലും ചോദ്യം ബാക്കിയാവുകയാണ്. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. 2019 സ്വർണം പൂശാൻ നൽകിയത് 12 ചെമ്പുപാളികളാണെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഇക്കാര്യം അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ശരിവയ്ക്കുന്നു. അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. എന്നാൽ ഇത് ചെമ്പുപാളികളല്ലെന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ തെളിവുകളില്ല. ദാരുശില്പത്തിൽ നിന്ന് പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ചെമ്പുപാളികളെന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42.8 കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോ കുറഞ്ഞു. 1998-നും 2019-നും ഇടയിൽ എന്തു സംഭവിച്ചുവെന്നതിലും ദുരൂഹത ബാക്കി. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും.
ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെല്ലാം പണപ്പിരിവ് നടത്തി? യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയോ? ഇടനിലക്കാരൻ വേറെയുണ്ടോ? ശബരിമലയിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കാനെടുത്ത 30-ലേറെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എവിടെയായിരുന്നു? ചോദ്യങ്ങൾ ഏറെ. 24 തിരുവനന്തപുരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ തട്ടിപ്പുകളിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. പോറ്റിയുടെ തട്ടിപ്പുകൾക്ക് ഭരണസമിതിയും ജീവനക്കാരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ട്. കോടിക്കണക്കിന് വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമല. ദേവസ്വം ബോർഡ് അംഗമോ ജീവനക്കാരനോ അല്ലാത്ത ഒരാൾ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവെന്നത് പുറത്തുവരുന്നത് ഇപ്പോൾ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് അനുമതിയില്ലാതെ കൈമാറിയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നത് നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് 99 മുതൽ ഇപ്പോൾ സത്യത്തിൽ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിന്റെ 10-1 ഇപ്പോൾ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സമാന്തര കേന്ദ്രമാക്കിയതിനെ പ്രതിപക്ഷം രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണകൂടവും തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പന്നരുമായി ബന്ധം തുടങ്ങിയത് അയ്യപ്പ ഭക്തി മുതലെടുത്ത് ചൂഷണം ചെയ്യാനായിരുന്നു. ദേവസ്വം ബോർഡ് കാഴ്ചക്കാരായോ അതോ അവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. ശബരിമലയിൽ നിന്ന് ആര് കട്ടുകൊണ്ടുപോയാലും പിടികൂടണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് തെളിയിട്ട് പുറത്തോട്ട് വരട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത്? അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. ഇത് അയാളെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കൊണ്ടുപോയ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പരിശോധിക്കട്ടെ. അത് പരിശോധിച്ച് റിപ്പോർട്ട് വരാതെ അതിന്മേൽ എന്തെങ്കിലും കയറിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. കോടതി നല്ല രൂപത്തിൽ അതിന് ഇടപെടുന്നുണ്ട്. വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് സ്ഥിരീകരിച്ച മുൻ തന്ത്രി കണ്ഠരർ മോഹനർ അന്ന് 30 കിലോയോളം സ്വർണ്ണം ഉപയോഗിച്ചു എന്നാണ് അറിവ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് എന്നും കണ്ഠരർ മോഹനർ പറഞ്ഞു. 30 കിലോ കൊണ്ടെന്ന് പൊതിഞ്ഞേക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ മേളിലും ഗണപതി, ആന എല്ലാം മൊത്തം ദ്വാരപാലകർ എല്ലാവരും സ്വർണ്ണത്തിൻ്റെ പൊടിഞ്ഞത്. അദ്ദേഹം തന്നെ 30 കിലോ ഉണ്ടെന്ന് പറഞ്ഞ വിജയമല്ലയും സംഗീതത്തിൻ്റെ നിന്ന് പണിയായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു പണി, പുറത്ത് പോയിട്ടില്ല, അവിടെ തന്നെ ഇരുന്ന് പണിയായിരുന്നു. അല്ല, ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്. അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. ആ ദേവസ്വം മാനുവലിൽ തന്നെ ഉള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിശ്വാസമില്ല. ഭരണത്തിലിരിക്കുന്നത് അവിശ്വാസികളായതിനാൽ അയ്യപ്പ വിഗ്രഹം വരെ വിറ്റു കാശാക്കുമെന്നും SJR കുമാർ പറഞ്ഞു. കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എനിക്കത് ബാംഗ്ലൂർ മറ്റുമാണ്. സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈയിലാണ്. അതുകൊണ്ട് കേരള വിജിലൻസ് പോലും അന്വേഷിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും CBI അന്വേഷിക്കേണ്ട വിഷയമാണ്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഈ ഭക്തിയുടെ കച്ചവടമായിട്ട് ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതിൻ്റെ മെമ്പർമാരും ഈ ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങളും, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. ഇതുവരെ ഞാൻ പറയുന്നത് ഇപ്പോൾ നാടൊട്ടുക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി കളവ് നടത്തിയെന്നുള്ളൂ. അതിന് ആരും സംശയമില്ല. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി ഉൾപ്പെടെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. അന്വേഷണം ആരംഭിച്ച ഉടൻ എങ്ങനെ CBIക്ക് കൈമാറും എന്ന് കോടതി ചോദിച്ചു. കോടതിയെ രാഷ്ട്രീയ പോരിനുള്ള വേദിയാക്കരുത് എന്നും ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി ഉടൻ പരിഗണിക്കുന്നുണ്ട്. TVK നൽകിയ ഹർജിയാണ് ഇനി പരിഗണിക്കാൻ ബാക്കിയുള്ളത്. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ പൊതുയോഗങ്ങൾ കോടതി നിരോധിക്കുകയും ചെയ്തു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, TVK നൽകിയ ഹർജി ഇനി കോടതി പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് ഇതുവരെ കോടതിയിൽ നടന്ന വാദം, അതിൻ്റെ ഒരു ചുരുക്കം?
മറ്റു വിവരങ്ങൾ ഇപ്പോൾ ഈ ദേശീയപാതയിലെ പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ ഉൾപ്പെടെ അതിനുള്ള വേദിയല്ല ദേശീയപാതകൾ, അത് നിരോധിക്കണം എന്ന് കൂടി കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ. വിജയകുമാർ, ഇതിൽ TVKയുടെ ഹർജി ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അത് പരിഗണിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അത് എല്ലാ കേസും കഴിഞ്ഞിട്ട് പരിഗണിക്കാമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അത് എല്ലാ കേസും കഴിഞ്ഞിട്ട് അത് പരിഗണിക്കുമോ, അല്ലെങ്കിൽ ആ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ ഹാജരായിട്ടില്ലയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ വരും എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് പ്രധാനമായിട്ടും ഇന്ന് പരിഹരിച്ച ഹർജികളിൽ ഒന്ന് ഇത്തരത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി നൽകിയിട്ടുള്ള ഒരു ഹർജിയാണ്. ആ ഒരു ഹർജിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കോടതി ഉന്നയിച്ചത്. അത് നിങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തമാണ്. അതിനപ്പുറത്തേക്ക് കോടതിയെ രാഷ്ട്രീയ പോരിനുള്ള വേദിയാക്കരുത്. മാത്രമല്ല, രണ്ട് തരത്തിലുള്ള അന്വേഷണം, പോലീസിൻ്റെയും ജുഡീഷ്യൽ കമ്മീഷൻ്റെയും അന്വേഷണം നടന്നു വരികയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല, CBIക്ക് കൈമാറേണ്ടി വരും എന്ന് പറയണം എന്നതുൾപ്പെടെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കേസ് തള്ളിയത്. അതിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടായി. അത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദേശീയപാതയിലോ സംസ്ഥാന പാതയിലോ രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളോ പൊതുയോഗങ്ങളോ നടത്തരുത് എന്നുള്ളൊരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും റാലികൾ നടത്തരുത് എന്ന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് പാലിക്കപ്പെടുന്നില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയമാവലി ഉണ്ടാക്കണം, ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു നിയമം ഉണ്ടാക്കണം. ആ നിയമം വരുന്നതുവരെ, ആ നിയമം ഉണ്ടാക്കി കോടതിയിൽ എത്തിക്കുന്നതുവരെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടക്കാൻ പാടില്ല എന്നുകൂടി കോടതി പറയുന്നു. ഈ ജനങ്ങൾക്ക് വെള്ളം നൽകാതിരുന്നതും ഭക്ഷണം നൽകാതിരുന്നതുമൊക്കെ കോടതി രൂക്ഷമായി തന്നെ ചോദ്യം ചെയ്തു. ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിക്കോട്ടെ, അവർക്ക് വെള്ളം നൽകണം, ഭക്ഷണം നൽകണം, ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത് എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നു. ഒരു പൊതുയോഗം നടന്നാൽ, ഒരു പരിപാടി നടന്നാൽ, റാലി നടന്നാലൊക്കെയും ഒരു എക്സിറ്റ് വഴി ഉണ്ടാകണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴി കൂടി ഉണ്ടാകണമെന്ന് കോടതി പറയുന്നു. അങ്ങനെ പോലീസിനോടും ചില ചോദ്യങ്ങളൊക്കെ കോടതി ചോദിച്ചു, സർക്കാരിനോടും ചോദിച്ചു. അതായത് ആരാണ് ഇവിടെ ഉത്തരവ് നൽകിയത്, ഇവിടെ പരിപാടി നടത്താനുള്ള അനുമതി നൽകിയത് ആരാണ് എന്നതടക്കമുള്ള ചോദ്യം എന്തായാലും കോടതി ചോദിച്ചിട്ടുണ്ട്. 2 ആഴ്ചയാണ് അക്കാര്യത്തിൽ കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പലതരത്തിൽ ഈ ചെറിയ അപകടങ്ങളൊക്കെ പറ്റിയവർ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വസ്തുക്കൾക്കും. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഹർജികളിലും 12 ദിവസത്തിനകം ഈ സർക്കാർ മറുപടി നൽകണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, TVK CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി നൽകിയിരുന്നു. അത് പരിഗണിച്ചിട്ടില്ല. മറ്റു ഹർജികൾ, ഇതേ ആവശ്യം ഉന്നയിച്ച ഹർജികൾ തള്ളുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു കേസ് CBIക്ക് കൈമാറുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. ഒരുപക്ഷെ ആ പരാമർശം, ആ നിരീക്ഷണം TVK നൽകുന്ന ഹർജിയിലും ബാധകമായേക്കാം. പക്ഷേ അത് കോടതി ഇതുവരെ പരിഗണനയ്ക്കെടുത്തിട്ടില്ല. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ അടക്കം 10 യുദ്ധവിമാനങ്ങൾ തകർത്തു. പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിക്കുകയായിരുന്നു. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെ ആയിരിക്കില്ല ഭാവിയിലേതെന്നും എയർ ചീഫ് മാർഷൽ AP സിംഗ് വ്യക്തമാക്കി. All the 3 services, the Army, Navy, Air Force assets being merged together, the air defense assets, the counter UAV assets, and everything working under one combined control of IACCS. It worked out to be a game changer, and under that they were almost not allowed to any freedom to do anything. And our long-range SAMs, the long-range SAMs that we had procured recently and operationalized, that again, turned the table on them. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക ഇടപെടൽ നടത്തിയ വ്യോമസേനാ മേധാവിയാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. 5 F-16 പാകിസ്ഥാന് നഷ്ടമായി. അതുൾപ്പെടെ 10-ലധികം വിമാനങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ F-16 വിമാനങ്ങൾ സൂക്ഷിച്ച ഒരു ഹാങ്കർ അടക്കം തകർത്തു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇതാദ്യമായാണ് ഇതിൽ വ്യോമസേന നടത്തിയ ഇടപെടലിന്റെ വിവരങ്ങൾ. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നീക്കമാണ് ഇന്ത്യ നടത്തിയത്, പ്രത്യേകിച്ച് വ്യോമസേന നടത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത്?
വിജയകുമാർ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങളെ പറ്റി വിശദീകരിക്കുകയായിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നതായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധം നീണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യം കണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 3 സേനകളുടെയും ഒരു സമന്വയത്തിന്റെ പ്രതിഫലനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ലോകത്തിന് ഇന്ത്യയിൽ നിന്ന് പാഠം പഠിക്കാം എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തതിനെ പറ്റിയും ഇതിൽ വിവരിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളടക്കം ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ തകർത്തു. ഹാങ്ങറിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളടക്കം 10-ലധികം വിമാനങ്ങളാണ് പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നഷ്ടമായത് എന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യോമസേന മേധാവി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങളെ പറ്റിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം തടവ്, 72,000 രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം പ്രതി ഉപേക്ഷിച്ച് കടന്നത്. ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള കേസിലാണ് പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം കോടതി ശിക്ഷ വിധിച്ചത്. പോക്സോ വകുപ്പുകളിൽ മാത്രം 44 വർഷം തടവ് അനുഭവിക്കണം. 72,000 രൂപ പിഴത്തുകയിൽ 50,000 രൂപ അതിജീവിതയ്ക്കുള്ളതാണ്. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു. കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലം പീഡനം സ്ഥിരീകരിച്ചതോടെ CCTVകൾ പരിശോധിച്ച് പ്രതി ഹസൻകുട്ടിയാണെന്ന് ഉറപ്പിച്ചു. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഒളിവിൽ പോയ ഹസൻകുട്ടിയെ കൊല്ലത്ത് നിന്നുമാണ് പിടികൂടിയത്. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്ത് നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെന്ന് കണ്ടെത്തിയതും നിർണായകമായി. പ്രതിയുടെ മുൻകാല പോക്സോ പശ്ചാത്തലവും ശിക്ഷാവിധിയിൽ നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. പാലക്കാട്ട് 10ാം ക്ലാസ്സുകാരന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. ചെട്ടികുളത്തുകാവ് ബ്രാഞ്ച് സെക്രട്ടറി N ഷാജിയെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഈ നടപടി. ചൊവ്വാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. കൊടുവായൂരിൽ കായികോപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നയാളാണ് CPIM പ്രാദേശിക നേതാവായ N ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മുന്നിലാണ് ഷാജി നഗ്നതാ പ്രദർശനം നടത്തിയത്. വിദ്യാർത്ഥിയോടും നഗ്നത പ്രദർശിപ്പിക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടെന്നും സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചെന്നുമാണ് പരാതി. രക്ഷിതാക്കളെ വിദ്യാർത്ഥി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ പരാതിയിൽ പുതുനഗരം പോലീസ് കേസെടുത്തു. പോക്സോ നിയമപ്രകാരമാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. കൂത്തുപറമ്പ് MLA KP മോഹനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധക്കാരെ തള്ളി CPM ജില്ലാ നേതൃത്വം. സംഭവം കേരളത്തിന് തന്നെ അപമാനമെന്നും ഇത് അനുവദിക്കില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ പറഞ്ഞു. കരിയാട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പാനൂർ നഗരസഭയാണ് എന്ന് CPM നിലപാടാണ്. എന്നാൽ MLA ആണ് ആദ്യം പ്രകോപനമുണ്ടാക്കിയതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. MLA കയ്യേറ്റം ചെയ്ത സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നാണ് CPIMന്റെ നിലപാട്. എന്നാൽ ആദ്യം പ്രകോപനമുണ്ടാക്കിയത് MLA ആണെന്ന് ഡയാലിസിസ് സെന്ററിനെതിരെ സമരം ചെയ്യുന്ന നാട്ടുകാർ ആവർത്തിക്കുന്നു. നിങ്ങളെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞു സ്ത്രീകളെ ഉൾപ്പെടെ തള്ളിയത് MLA ആണെന്നാണ് ആരോപണം. അദ്ദേഹം വന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൈ കൊടുക്കും, അദ്ദേഹം ഞങ്ങൾ കണ്ടോളാമെന്നും പറഞ്ഞ് അങ്ങ് ഉള്ളിലോട്ട് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അങ്ങോട്ട് അദ്ദേഹം അങ്ങനെ തള്ളുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിൽക്ക്, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒന്നും തള്ളും. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്നാ കയ്യേറ്റൊന്നും ഇതിൽ സാധാരണ ഉള്ളൊരിതാന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. 2020 മാർച്ചിലാണ് കരിയാട് അബേ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. ആദ്യം പരാതികളില്ലാതെ നാട്ടുകാരുടെ പിന്തുണയോടെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. എന്നാൽ പിന്നീട് ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം
എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് മണ്ണിൽ ഒഴുക്കിയെന്നാണ് ആരോപണം. ഏറെ വൈകാതെ പ്രദേശവാസികളുടെ കിണറുകളിൽ അത് കലർന്നെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 10-13 കിണറിൽ നാശമായിട്ടുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഈ സംഖ്യ കൂടും. ഇപ്പം അന്ന് 13 കിണറ്റിൽ വായിപ്പിച്ചു. അങ്ങനെ നമുക്കല്ലാതാണ് പേടി. നമ്മളെല്ലാം വീട്ടിലെല്ലാം വരൂലേ, ഇങ്ങനെ തുടർന്ന് അങ്ങ് പോലെ ഇവർ നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെ ഇതിനൊരു പരിഹാരം കാണണം. നമ്മൾ എതിർക്കുന്നതിൻ്റെ പുറത്ത് ഒന്നര കൊല്ലം അവിടെ അംഗനവാടിയിൽ ഈ മണ്ണിൽ ഒഴുക്കി. നമ്മൾ കാടിൽ ചെടിയെല്ലാം കരിഞ്ഞ കണ്ടിട്ടാണ് ഈ പ്രശ്നമാക്കുന്നതും ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച പ്രദേശത്ത് MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേരും. 24 കണ്ണൂർ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി VS ശിവൻകുട്ടിയുടെ പ്രതികരണത്തിനെതിരെ KCBC-യും സിറോ മലബാർ സഭയും രംഗത്ത്. ഇടതുപക്ഷ ഭരണത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളമില്ല എന്ന് പറയുന്നത് അപമാനകരവും സർക്കാരിന്റെ കഴിവുകേടുമാണെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24-നോട് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ക്രൈസ്തവ സഭയും തമ്മിൽ പോരുമുറുകുകയാണ്. വെല്ലുവിളിക്കേണ്ടെന്നും വിമോചന സമരം നിലവിൽ സാധ്യമല്ല എന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് സിറോ മലബാർ സഭയും KCBC-യും രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരിന് കൃത്യമായിട്ട് പദ്ധതിയില്ല എന്ന് പറയുന്നത് അപമാനകരമാണെന്നും ഇത് കഴിവുകേടാണെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24-നോട്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് സാലറി ഇല്ലാതെ നിൽക്കുന്ന അധ്യാപകർ അവരുടെ വിഷമം പറയുക മാത്രമേ ചെയ്യുന്നത്. അല്ലാതെ സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രേരിതോ ഒന്നുമല്ല. ഇടതുപക്ഷ ഭരണം നടക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേതന ഇല്ല എന്ന് പറയുന്ന രീതിയിലോട്ട് വരുന്നത് അത് അവർക്ക് തീർച്ചയായിട്ടും അപമാനകരമാണ്. ഒരു സംശയവും വേണ്ട. ക്രൈസ്തവ മാനേജ്മെന്റുകളെ അപമാനിക്കുന്ന തരത്തിലാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്നും ഇത്തരം പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും സീറോ മലബാർ സഭയും പ്രതികരിച്ചു. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ബിഷപ്പുമാരെ അടക്കം പങ്കെടുപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താനാണ് നീക്കം. 24 കൊച്ചി. UDF-നെതിരെ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം. SNDP NSS സംഘടനകളുമായി LDF-ന്റെ അടുപ്പത്തിനു കാരണം UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമി സമീപനമെന്നാണ് വിമർശനം. UDF നിലപാട് തിരുത്തണമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് റഹ്മത്തുള്ള സഖാഫി എളമരം 24-നോട് പറഞ്ഞു. SNDP-യുടെ ഇടത് അനുകൂല നിലപാടും അയ്യപ്പ സംഗമത്തോട് NSS സഹകരിച്ചതും UDF-നെ പ്രതിസന്ധിയിലാക്കി. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടാൻ കാരണം UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനമാണ് എന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രതിപക്ഷ നേതാവ് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് സമുദായ സംഘടനകൾക്ക് UDF-നോട് അതൃപ്തി ഉണ്ടാക്കിയെന്ന റഹ്മത്തുള്ള സഖാഫി എളമരം. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ജനാധിപത്യത്തോട് നിസ്സഹകരിക്കണമെന്നൊരു കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച ആളുകളെ ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രതിഷേധങ്ങളുണ്ടാവും. അതിൻ്റെ അനുരണനങ്ങൾ പല രീതിയിലും വരും. UDF-നെ സംബന്ധിച്ചിടത്തോളം ആഘാതം തന്നെയായിരിക്കും അത്. UDF തിരുത്തിയില്ലെങ്കിൽ ആഘാതം ഇനിയും ഉണ്ടാകാനിടയുണ്ട്. ജനാധിപത്യത്തോട് നിസ്സഹകരിച്ച ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും റഹ്മത്തുള്ള സഖാഫി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദം ഇല്ല എന്നായിരുന്നു നേരത്തെ VD സതീശൻ പറഞ്ഞത്. ഇതിനെ അന്നും കാന്തപുരം വിഭാഗം എതിർത്തിരുന്നു. സമീർ ബിൻ കരീം 24 മലപ്പുറം. സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് നടി റിനി ആൻ ജോർജ്. പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് റിനി ആൻ മുന്നറിയിപ്പ് നൽകി. CPM വേദിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്നും റിനി പറഞ്ഞു. പറവൂർ CPIM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പെൺകരുത്ത് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് രൂക്ഷമായ സൈബർ ആക്രമണം റിനിക്ക് നേരിടേണ്ടി വന്നത്. പിന്നാലെയാണ് കോൺഗ്രസിന് മുന്നറിയിപ്പുമായി റിനി ആൻ ജോർജ് രംഗത്ത് വരുന്നത്. കോൺഗ്രസിനോടും ഇതിലെ ചില ആളുകളോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് താൻ പല കാര്യങ്ങളും പറയാത്തത്. കൂടുതൽ പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയുമെന്നും റിനി ആൻ ജോർജ്. ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. CPIM വേദിയിലെത്തിയത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നാണ് റിനിയുടെ വിശദീകരണം. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലെന്നും ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് തന്റെ സ്വാതന്ത്ര്യമാണെന്നും റിനി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷമാണെന്നും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേദികൾ കിട്ടിയാൽ രാഷ്ട്രീയം നോക്കാതെ ഇനിയും സംസാരിക്കുമെന്നും റിനി പറഞ്ഞു. 24 കൊച്ചി. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക്.
അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും. അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്നും ശേഖരിക്കും. ഓപ്പറേഷൻ നംകോറിൽ കസ്റ്റംസ് വാഹനങ്ങൾ പിടികൂടിയതിന് പിന്നാലെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസും സമാന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ തേടാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് അടുത്തയാഴ്ച കൊച്ചിയിലെത്തും. ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഡീ രജിസ്ട്രേഷൻ ചെയ്യാത്തതിനാൽ SUV ആഡംബര വാഹനങ്ങൾ അനധികൃതമായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നാണ് ഭൂട്ടാൻ കസ്റ്റംസിന്റെ നിഗമനം. വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ കസ്റ്റംസ് മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കൊച്ചിയിലെ കസ്റ്റംസ് യൂണിറ്റിന് കൈമാറും. വ്യാജരേഖ ചമച്ചുള്ള വാഹനക്കടത്തിൽ ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഭൂട്ടാൻ കസ്റ്റംസിന്റെ വിലയിരുത്തൽ. കൂടാതെ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പറിലും ഷാസി നമ്പറിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതര സ്വഭാവമുള്ള കുറ്റമായതിനാൽ കേസിന്റെ തുടരന്വേഷണത്തിന് മറ്റ് കേന്ദ്ര ഏജൻസികളുടെ സഹായവും ഭൂട്ടാൻ കസ്റ്റംസ് തേടും. 24 കൊച്ചി. ലഡാക്ക് സംഘർഷത്തിൽ സോനങ് വാങ്ചുക്കിന്റെ അറസ്റ്റിൽ സുപ്രീം കോടതിയെ സമീപിച്ചു ഭാര്യ ഗീതാഞ്ജലി ആങ്മോ. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. സോനങ് വാങ്ചുക്കിനെതിരായ നടപടികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത വിശദീകരിച്ചു. അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ടാണ് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചത്. മോചനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗീതാഞ്ജലി ആങ്മോ നിവേദനം നൽകിയിരുന്നു. സോനം വാങ്ചുക്കിനെതിരെ തെളിവുകളുണ്ടെന്നും കുറ്റക്കാർ നടപടി നേരിടേണ്ടി വരുമെന്നും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. പ്രക്ഷോഭം ദാരുണമായ സംഭവമായിരുന്നുവെന്നും ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂവെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. ലഡാക്കിലെ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ കാർഗിൽ ബാർ അസോസിയേഷൻ പ്രതിഷേധമറിയിച്ചു. 6 ദിവസത്തേക്ക് കോടതി ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നിയന്ത്രണം ഏർപ്പെടുത്തിയ ലേയിൽ ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. വിനീത VG 24 ഡൽഹി. പാകിസ്ഥാനിലെ പെഷാവറിൽ ഇന്നലെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസുകാരെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് പെഷാവർ ക്യാപിറ്റൽ സിറ്റി പോലീസ് പ്രതികരിച്ചു. പോലീസ് വാഹനത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. പെഷാവറിലെ തിരക്കേറിയ പ്രദേശത്തായിരുന്നു സ്ഫോടനം. അഫ്ഗാൻ അതിർത്തിയിലെ ഭീകരവാദ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി മിർ സർഫറാസ് ബുക്തി പറഞ്ഞു. ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ കൂടുതൽ അറസ്റ്റ്. സുബിന്റെ സഹഗായകരായ 2 പേരാണ് അറസ്റ്റിലായത്. മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് അന്വേഷണ സംഘം വിശദീകരിച്ചു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. പ്രശസ്ത ഗായകൻ സുബിൻ ഗാർഗിന്റെ സഹഗായകരായ ശേഖർ ജ്യോതി ഗോസ്വാമിയെയും അമൃത് പ്രഭ മഹന്തയെയുമാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇവർക്കെതിരായ തെളിവുകൾ ലഭിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത്. സിംഗപ്പൂരിൽ 2 പേരും സുബിൻ ഗാർഗിനൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ നേരത്തെ അറസ്റ്റിലായ സിംഗപ്പൂരിലെ പരിപാടിയുടെ സംഘാടകനെതിരെയും സുബിന്റെ മാനേജറിനെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ക്രിമിനൽ ഗൂഢാലോചന, അശ്രദ്ധ മൂലം മരണത്തിന് കാരണമാകൽ എന്നീ വകുപ്പുകളും ഇതിനു പുറമെ കുറ്റാരോപിതർക്കുമേൽ ചുമത്തിയിട്ടുണ്ട്. 24 ഡൽഹി. തൃശൂരിലും മലപ്പുറത്തും കാട്ടാന ആക്രമണം. അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി വാച്ചുമരത്താണ് കാട്ടാനക്കൂട്ടം കാർ തകർത്തത്. അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയ്ക്കിടെ അങ്കമാലി സ്വദേശികളുടെ കാർ കേടാവുകയായിരുന്നു. തുടർന്ന് കാർ റോഡരികിൽ നിർത്തിയിട്ട് ഇവർ അതിരപ്പള്ളിയിലേക്ക് തിരിച്ചു. രാത്രി വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാൻ തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കാർ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുല്ലേരി സുബ്രഹ്മണ്യന്റെ കൃഷിയിടത്തിലെ 100 കണക്കിന് വാഴകളാണ് നശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന എത്തിയത്. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിനായി ജോലിയെടുത്ത അധ്യാപകർക്കും വിഷയവിദഗ്ധർക്കും വേതനം നൽകാതെ വിദ്യാഭ്യാസ വകുപ്പ്. 1.5 വർഷം മുൻപ് വരെയുള്ള വേതനവും ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പാഠപുസ്തകത്തിനായി ജോലി ചെയ്ത 800-ലധികം വരുന്ന അക്കാദമിക് വിദഗ്ധർ. വിദ്യാഭ്യാസ വകുപ്പ് സമയബന്ധിതമായും മികച്ച രീതിയിലും പൂർത്തിയാക്കിയതാണ് ഇത്തവണ കരിക്കുലം പരിഷ്കരണം. 2023 ഓഗസ്റ്റ് മുതൽ 2025 ജൂൺ മാസം വരെ നീണ്ടുനിന്ന ക്യാമ്പിലൂടെയാണ് ഇത് പൂർത്തിയാക്കിയത്. 800-ലധികം അധ്യാപകരും
വിഷയ വിദഗ്ധരും കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ പകുതി കാലയളവിലെ പോലും വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല. പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും SCERT പരിഗണിച്ചില്ലെന്നാണ് പരാതി. ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ പലരും രാത്രി വൈകി ജോലി ചെയ്തിട്ടുണ്ട്. 11 മണിക്കും 12 മണിക്കൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ 10-5 സമയക്രമം അല്ല ഞങ്ങൾ പാലിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ TA ഓണറേറിയവും 3/4 ഭാഗവും ഇനിയും കിട്ടാനാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ 35 വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത്, ഇതേപോലെ തന്നെ ഇത്രയധികം വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത വേറെ അധ്യാപകരുണ്ട്. അത് വീണ്ടും തരാമെന്ന് പറഞ്ഞ് നാളെ എന്ന് നീട്ടിക്കൊണ്ടുപോകുന്നത് SCERTക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും നാണക്കേടാണ്. കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നവർക്ക് 800 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഒരു ദിവസം വേതനം ലഭിക്കുക. കൂടാതെ യാത്രാബത്തയ്ക്കും മറ്റു ചെലവുകൾക്കും യോഗ്യതയുണ്ട്. ജോലിയിൽ തുടരുന്ന അധ്യാപകരെക്കാൾ കൂടുതലും വിരമിച്ച അധ്യാപകരും കോളേജ് അധ്യാപകരുമാണ് കരിക്കുലം പരിഷ്കരണത്തിനായി കൂടുതലും ജോലി ചെയ്തത്. ഫണ്ടില്ലാത്തതിനാലാണ് വേതനം നൽകാത്തതെന്നാണ് SCERTയുടെ വിശദീകരണം. ഫണ്ട് ലഭിക്കുന്നവർക്ക് വേഗത്തിൽ കുടിശ്ശിക തീർക്കുമെന്നും SCERT ഡയറക്ടർ അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. തൃശൂർ ചേലക്കര കൂട്ട ആത്മഹത്യയിൽ മരണം 3ആയി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4 വയസ്സുകാരൻ അക്ഷയ് KP ആണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ അക്ഷയുടെ മാതാവും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു. ഭർത്താവ് മരിച്ചതിന്റെ മനോവിഷമത്തിൽ അമ്മയും മക്കളും ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് ചേലക്കര സ്വദേശി പ്രദീപ് മരിച്ചത്. കടുത്ത മനോവിഷമത്തിലായ കുടുംബം പിന്നാലെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അന്നുതന്നെ 6 വയസ്സുകാരി അണിമ മരിച്ചു. ചികിത്സയിലിരിക്കെ ദിവസങ്ങൾക്ക് മുൻപ് അമ്മ ഷൈജയും മരിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായ 4 വയസ്സുകാരൻ അക്ഷയ് KP തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ആശ്വാസമെന്ന് കരുതിയിരിക്കെയാണ് ഇന്ന് രാവിലെ അക്ഷയും മരണത്തിന് കീഴടങ്ങിയത്. ഭർത്താവ് മരിച്ചതിന്റെ മനോവിഷമവും കടബാധിതയുമാണ് കൂട്ട ആത്മഹത്യയ്ക്ക് വഴിതെളിച്ചതെന്നാണ് കണ്ടെത്തൽ. 24 തൃശൂർ. ദുരന്തമുണ്ടായ കരൂരിലേക്ക് പോകാൻ TVK അധ്യക്ഷൻ വിജയ് ഉടൻ കരൂരിൽ പോകുമെന്ന് പാർട്ടി നേതാക്കളെ അദ്ദേഹം അറിയിച്ചു. പാർട്ടി പ്രവർത്തനങ്ങൾക്ക് 20 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് റഹീസ്, നേരത്തെ അവിടെ പോകാൻ കോടതിയുടെ അനുമതി തേടുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയുടെ അനുമതിയൊന്നും തേടാതെ പോലീസിനെ അറിയിച്ച് പാർട്ടി പ്രവർത്തകരെ അറിയിച്ച് വിജയ് കരൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണല്ലേ? വിജയകുമാർ നിലവിൽ അങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി 5 ദിവസവും വിജയ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടി പ്രവർത്തകരുമായി യോഗം ചേരുന്നുണ്ട്, കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നിന്ന് ലഭിച്ച വിവരമാണ്, യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനമാണ്. അതായത് കരൂരിലേക്ക് ഉടൻ പോകാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നു. കരൂരിലേക്ക് ഉടൻ പോകുമെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഈ യോഗത്തിൽ അറിയിച്ചു. കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെയും വളരെ വേഗത്തിലാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 20 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഒളിവിനായതിനാൽ അദ്ദേഹം കരൂരിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഷെഡ്യൂൾ ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ അവിടെ ഒരു നേതൃനിരയുടെ കുറവ് വല്ലാണ്ട് TVK ബാധിക്കുന്നുണ്ട്. N ആനന്ദ് ഒളിവിലാണ്, CT നിർമ്മൽകുമാർ ഒളിവിലാണ്, ഒപ്പം മാധവർജുന ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, വിജയ് ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 20 അംഗ ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ട് കരൂരിലെ ഈ യാത്ര ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വേണ്ടി വിജയ് ഇത്തരത്തിലൊരു സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ തീരുമാനം ഇത്തരം ഒരു യാത്രയ്ക്ക് പോലീസ് അനുമതി നൽകാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? വിജയകുമാർ, ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. പോലീസിനോട് വിജയ് ഇതുവരെയും അനുമതി തേടിയിട്ടില്ല. അത്തരത്തിൽ വന്ന വാർത്തകളൊക്കെയും അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ വിജയ് അങ്ങനെ പോലീസിനോട് അനുമതി തേടുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ലഭിച്ചതിന് ശേഷം, ഔദ്യോഗിക ലെറ്റർ ലഭിച്ചതിന് ശേഷം മറുപടി നൽകാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിജയ്ക്ക് അനുമതി നിഷേധിക്കാതിരിക്കും എന്നുകൂടി കരുതാനാവില്ല. കാരണം അത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി DMK നേതാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമതി തേടിയിട്ട് അത് പോലീസ് അനുവദിക്കാതിരുന്നാൽ അത് സർക്കാരിനെതിരെ TVKക്ക് വലിയൊരു ആയുധമാകും. ആ തരത്തിൽ കൂടി അത് കാണും. അപ്പോൾ അങ്ങനെ TVKക്ക് ഒരു എഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് ഒരു പിടിവള്ളി നൽകുന്ന ഒരു സമീപനമായി പോകും അത്.
അപ്പോൾ അതുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കി മുന്നൊരുക്കം ഒരുക്കി വിജയെ അവിടേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഉറപ്പാകും ഒരുപക്ഷെ പോലീസ് നൽകുക. അപ്പോൾ അങ്ങനെ അനുമതി നിഷേധിച്ച് കളയും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അനുമതി നൽകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അനുമതി തേടി കരൂരിലേക്ക് ഏറ്റവും വേഗം എത്രയും പെട്ടെന്ന് പോകാൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് പോകാമെന്നാണ് വിജയ് കരുതുന്നത്. അതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ മരിച്ചവരുടെ കുടുംബങ്ങളിലേക്കും സാരമായി പരിക്കേറ്റവരുടെ കുടുംബങ്ങളിലേക്കും പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെയും ഒരു കുടുംബത്തിൽ തന്നെ ആളുകൾ മരിച്ച സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ഒരു ഗ്രാമത്തിൽ തന്നെ 7 പേരൊക്കെ മരിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആകും പ്രധാനമായിട്ടും വിജയ് പോവുക. ഈ മരണപ്പെട്ട എല്ലാവരുടെയും വീടുകളിലേക്ക് പോവുക ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പല ജില്ലകളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ പോകുക എന്നുള്ളതാണ് വിജയ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ ഒരുക്കമല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊന്ന് മറച്ചു പിടിച്ചോ അല്ലെങ്കിൽ എപ്പോഴത്തേക്കെങ്കിലും ഒന്ന് മടക്കി വെച്ചോ മുന്നോട്ട് പോവുകയല്ല. അദ്ദേഹം നിലവിൽ എന്തായാലും ഈ പാർട്ടി നേതാക്കളെയൊക്കെയും സജ്ജരാക്കുന്നുണ്ട്. ദിവസവും മീറ്റിംഗുകൾ ചേരുന്നുണ്ട്. വിജയുടെ വീട്ടിൽ അങ്ങനെ മീറ്റിംഗുകൾ സ്ഥിരമായി നടക്കുകയാണ്. അദ്ദേഹം ഇന്നലെ രാത്രിയും നീലങ്കരയിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയി ചില പാർട്ടി നേതാക്കളെ കണ്ടതായൊക്കെ വിവരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടി നേതാക്കളെ കണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ അപകട സ്ഥലം സന്ദർശിക്കുകയാണ് എങ്കിൽ അത് മതിയായ മുന്നൊരുക്കത്തോടെ തന്നെയായിരിക്കും. അത് വളരെ എത്രയും വേഗം തന്നെ ആകണം എന്നുള്ള ഒന്നുകൂടിയുണ്ട്. കാരണം വിജയ് എത്താത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിമർശനം കനത്തു വരികയാണ്. DMK ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ വിജയെ പേരെടുത്ത് വിമർശിച്ചില്ല എങ്കിൽ ഇന്നലെയൊക്കെയും പേരെടുത്ത വിജയ് എന്തുകൊണ്ട് അവിടെ പോയില്ല, സ്റ്റാലിനാണ് പോയത്, സർക്കാരാണ് ഉണ്ടായിരുന്നത്, മന്ത്രിമാരാണ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതൊക്കെ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വിജയ് അവിടെ എത്തേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് എന്ന വാദം DMKയുടെ ഒരു ആളുകളിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് മാത്രം വരുന്ന വാക്കുകളല്ല, മറിച്ച് പൊതുസമൂഹത്തിനിടയിൽ തന്നെ വിജയ് അവിടെ പോകണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും അവിടേക്ക് പോകാമെന്ന DVK നേതാവ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ അപകട സമയത്തിന് ശേഷം അതെ, ഉടൻ കരൂരിലേക്ക് പോകുമെന്ന് പാർട്ടി നേതാക്കളെ വിജയ് അറിയിച്ചു. പ്രവർത്തനങ്ങൾക്ക് 20 അംഗ സംഘത്തെ നിയോഗിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ ഒളിവിലായതുകൊണ്ടാണ് ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയിൽ ഈ 20 അംഗ സംഘം പാർട്ടി പ്രവർത്തനം ഏറ്റെടുക്കാൻ പോകുന്നത്. ഊർജ്ജസ്വലമായി പാർട്ടി പ്രവർത്തനം തുടരാൻ പാർട്ടി നേതാക്കൾക്ക് വിജയ് നിർദ്ദേശം നൽകി എന്ന വിവരം കൂടി വരുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ക്ഷണിച്ചതെന്ന് അറിയില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ. തങ്കവാതിൽ സമർപ്പിച്ച വ്യക്തി എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വേദിയിൽ കയറിയതെന്നും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ 24-നോട് പറഞ്ഞു. ടോബി ജോൺസൺ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. തങ്കവാതിൽ സമർപ്പണ ഘോഷയാത്രയിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി എന്നുള്ളതൊരു ചോദ്യമാണ്. അന്ന് ജയറാമിനൊപ്പം വേദിയിലും അദ്ദേഹം എത്തിയിരുന്നു. എന്തായാലും അന്നത്തെ ഇളമ്പള്ളി ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നോ ഏതെങ്കിലും സ്റ്റേജിൽ? നോട്ടീസിലില്ല. ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ബാംഗ്ലൂർ ഒരു ബിസിനസ്സുകാരനാണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു വാസുദേവന്, പിന്നെ വേറെ കർണാടകത്തിലും അങ്ങനെയുള്ള 1-2 പേര് കൂടെ ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. 4-5 പേര് കൂടിയാണ് സമർപ്പിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ പരിപാടിക്ക് ചടങ്ങിന് അങ്ങനെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു? അല്ല, അവരൊക്കെ എല്ലാവരും കൂടെ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അവരാണ് ഈ വാതിൽ കൊണ്ടുവരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിച്ചാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. അമ്പലപ്പുഴക്കാരുടെ രഥമായിരുന്നു. വളരെ ആഘോഷമായിട്ട് എല്ലാം അലങ്കരിച്ചും എല്ലാം ആണ് അത് രഥത്തെ കയറ്റി വെച്ചു. ജയറാമത്തെ കയറി കുറേ ദൂരം പോകുന്നതിൻ്റെ ഒരു വിളവൊക്കെ അന്ന് ഡൽഹി വരെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഒരു വലിയൊരു വാർത്തയായിട്ട് വന്നൊരു കാര്യമാണത്. വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള പരിഗണനയിലാണ്. ജയറാമിൻ്റെ പേരൊന്നും നോട്ടീസിലില്ല, കാരണം വരുമെന്നൊരു ഉറപ്പില്ലാഞ്ഞുകൊണ്ട്. പിന്നെ സമിതിക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു അറിയിപ്പ് കിട്ടിയത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യം ഇതിന് നല്ല തേക്കിൻ്റെ പലക വേണമായിരുന്നു കഥകിന്. അതിന് ഈ വാസുദേവനോടാണ്, അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാരനാണ്, അദ്ദേഹത്തിനോട് സി കെ വാസുദേവൻ, അദ്ദേഹത്തിനോട് പറഞ്ഞ പുള്ളി ഏറ്റവും തേക്കിൻ്റെ ഏറ്റവും നല്ല ഭാഗം മാത്രം ആർത്തെടുത്ത്, അത് ഗുരുവായൂരൊരു നന്ദനാചാരി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, അദ്ദേഹമാണ് ഇത് കഥ പണിത് കൊടുത്തത്. അത് കൊണ്ടുവന്നിട്ട് ശബരിമല കൊണ്ടുപോയി അത് ഫിറ്റാകുമെന്ന് നോക്കിയിട്ടാണ് പിന്നെ സ്വർണ്ണം പൊതിയാനായിട്ട് രണ്ടാമത് കൊണ്ടുപോയത്. വാസുദേവന് പോറ്റിയുമായിട്ട് പരിചയമുണ്ട്? വാസുദേവന് പോറ്റിയായിട്ട് പരിചയം വരുന്നത് ഈ അജി എന്ന് പറയുന്ന ആളുമായിട്ട്, ബാംഗ്ലൂരെ വ്യവസായി ഒരു അജിയുണ്ട്, അത് ഈ വാസുദേവൻ്റെ ഒരു കൊച്ചിനായിട്ട് വരും. അങ്ങനെയാണ് ആ പുള്ളിയായിട്ട് ബന്ധം വന്നത്. അന്നേരം ഇദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്കിലായതുകൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ അജി ഈ വാസുദേവനോട് പറഞ്ഞു,
അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കൊണ്ടുപോകുന്നത്, പല കൊണ്ടുപോകുന്നത്. സമർപ്പിക്കുന്നവരിൽ 5 പേരിൽ ഒരാളെന്നുള്ള പേരിലാണ് വന്നത്. അതെ 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 അതെ, അങ്ങനെയാണ് വന്നത്. അതെ, നിങ്ങളോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയായിരുന്നു. അതെ, അല്ലാതെ മറ്റ് ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ഇല്ല, നമുക്ക് സ്റ്റേജിലും കയറ്റി. അതെ അതെ, അദ്ദേഹമാണല്ലോ അതിൻ്റെ ഒരു പ്രധാന ആളെന്നുള്ളത്. നമ്മളെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞതിൽ ഒരാളും അദ്ദേഹം തന്നെയാണ്. അജിയുടെ ഒരു നാട്ടിൽ നിന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു മരിച്ചു പോയ ഒരാൾ. പുള്ളിയുടെ നാടും നമ്മുടെ അവിടെ തന്നെയാണ്, ബാംഗ്ലൂരിലാണെങ്കിലും. അപ്പോൾ അതാണ് എന്തായാലും തങ്കവാതിൽ സമർപ്പിച്ച ആളുകളിൽ ഒരാൾ എന്ന പേരിലാണ് അന്ന് ആ വേദിയിൽ ഇളമ്പള്ളി ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തതെന്നാണ് ക്ഷേത്ര ഭാരവാഹി തന്നെ നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം, വിജിലൻസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നതിനിടെ കിടപ്പാടത്തിനായി മലയേണ്ട ഗതികേടിലാണ് മൂവാറ്റുപുഴയിലെ ഷാജുവിന്റെ കുടുംബം. 5 അംഗ കുടുംബത്തിന്റെ ഏക അത്താണിയായ യുവാവ് നിർമ്മാണ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണാണ് കിടപ്പിലായത്. പ്രദേശവാസികളുടെ കനിവിൽ കഴിഞ്ഞ ഇവർക്ക് താൽക്കാലികമായി ലഭിച്ച കിടപ്പാടവും ഇപ്പോൾ നഷ്ടമായി. നിങ്ങൾക്കിടെ സഹായിച്ചാലാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. വേലെടുത്തുണ്ടെന്ന് കിടക്കുവാണ്. ഇനി എനിക്ക് ആരുമില്ല തരാൻ. അഞ്ചു പേരുടെ വയറ് നിറയ്ക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഷാജുവാണ്. എറണാകുളം മൂവാറ്റുപുഴയിലെ പുളിന്താനം സ്വദേശി ഷാജുവിന് 2020 ഹൃദയാഘാതം വന്നു. പട്ടിണി കിടത്തപ്പോൾ ആരോഗ്യം നോക്കാതെ ഷാജു വീണ്ടും പണിക്കിറങ്ങി. കഴിഞ്ഞ ജൂണിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടി. അന്നു തുടങ്ങിയ കിടപ്പാണ്. കോതമംഗലത്തും കോട്ടയത്തും ചികിത്സ. അതിന് നാട്ടുകാരും പറ്റുന്ന പോലെ സഹായിച്ചു. പക്ഷേ ഒന്നുമായിട്ടില്ല. ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയത്, പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയത്. അപ്പോൾ അത് പിടിച്ച് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിയിട്ട് നേരെ ബാക്കിലേക്ക് മറിഞ്ഞു. ഈ ജെല്ല പോലെ ഓപ്പണായിട്ട് കട്ട പൊളിച്ചിട്ടേക്കുയത്. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ താഴത്തേക്ക് വന്നു, നിലത്ത് പോയി നടു അടിക്കുകയത്. 30 കൊല്ലം മുൻപ് പൂർവികർക്ക് മഞ്ഞളം പാറ ഉന്നതിയിൽ നൽകിയ വീട് കാറ്റടിച്ചാൽ വീഴുമെന്ന നിലയിലാണ്. അതും പാറപ്പുറത്ത്. മറ്റൊരാളുടെ സഹായത്താൽ തൽക്കാലം ഒരു ഷെഡിലാണ് താമസം. അതും നാളെ ഇറങ്ങണം. ആയവനയിൽ പാതിയിൽ നിർമ്മാണം നിലച്ച വീട്ടിലേക്ക് പോകാനും സാധിക്കില്ല. ചികിത്സയ്ക്കും അന്നത്തിനും വഴിമുട്ടി. വീട് പണി നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ആരും സഹായിച്ചില്ല, അവിടെ കയറി കിടക്കലേ നടക്കുള്ളൂ. ഇപ്പോഴും നാട്ടുകാർ സഹായിച്ചാണ് ഇതിനെ. മാതാപിതാക്കൾ നിത്യരോഗിയാണ്. ഏകമകൻ സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സഹായത്തിനാകെയുള്ള സഹോദരനും കാഴ്ചയുടെ പരിമിതി. പഞ്ചായത്തും മൂവാറ്റുപുഴ MLAയ്ക്കും അപേക്ഷകൾ നൽകി കാത്തിരിപ്പാണ്. അധികാരികൾക്ക് കേൾക്കാൻ കാതുകളില്ല. തുടർ ചികിത്സയ്ക്കോ അന്നത്തിനോ വഴിയില്ലാതെ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 24 ഇടുക്കി. കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അതിൽ ബോർഡിനൊരു പങ്കാളിത്തവുമില്ല എന്ന് പറയുവാൻ, ആത്മവിശ്വാസത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അന്വേഷണത്തിന് പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലേ. കൃത്യമായി അത് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ SP തന്നെ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് SP തന്നെ നന്നായി അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കും. ഒപ്പം തന്നെ ഞങ്ങളൊരു സമഗ്രമായ അന്വേഷണം കൂടി കോടതിയിൽ ആവശ്യപ്പെടും. സത്യത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് 2019 വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കണം. ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് ബോർഡിനില്ല. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. എല്ലാം വരണമെന്നാണ് കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത്. എന്തോ അല്ല, ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുമാണല്ലോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ തീർച്ചയായിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള ഞാനും കൂടിയാലോചിച്ച് തന്നെയാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ 4 കിലോ സ്വർണ്ണം എന്നൊക്കെ പറയുന്നു, ഏത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇപ്പോൾ കോടതി പറഞ്ഞത് 42 കിലോ 38 കിലോഗ്രാമായി മാറി. അത് ചെമ്പുൾപ്പെടെയാണ് ഈ കിലോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോയ 38 കിലോഗ്രാം ആണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത്. അതിൽ 397 ഗ്രാം ആണ് സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. 8 ഗ്രാം എന്ന് പറയുന്നത് 1 പവനാണ്. അങ്ങനെ വരുമ്പോൾ 397 ഭാഗം 8 എടുത്താലും ഏതാണ്ട് 49 ഗ്രാമാണ് 49 പവനാണ് വരുന്നത്. ഇനി ഇതിൽ ഒരു 4 കിലോയുടെ കുറവ് വന്നാലും ആ 4 കിലോയിൽ ആനുപാതികം എടുത്താൽ എത്ര വരും? ഒരു 5 പവൻ കൂടെ കൂട്ടിക്കോട്ടെ, എങ്കിലും 55 പവനല്ലേ വരുള്ളൂ. 125 പവനാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അര കിലോഗ്രാം പോലും ഇല്ലാത്ത ഒരു കാര്യത്തെ 4 കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയൊക്കെ പറയുന്നത്, ഇതൊക്കെ പറയുന്ന വങ്കത്തരങ്ങൾ നമ്മൾ ആലോചിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ പറഞ്ഞോട്ടെ. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റുമല്ലോ. ശരി, ഓക്കെ. 1999 മുതൽ 2025 വരെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒട്ടേറെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ. ഈ ചെന്നൈയിൽ ഈ നടവാതിൽ, ഈ ശ്രീകോവിലിൻ്റെ മുന്നിലെ വാതിൽ, അത് പൂജയ്ക്ക് വെച്ച സംഭവം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടും. അത് കോടതിയിൽ തന്നെ ആവശ്യപ്പെടും. 2019 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ, അതിനെ ശരിവയ്ക്കുന്ന ചില വിജിലൻസ് റിപ്പോർട്ടുകളും ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുണ്ട് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പുറത്തു വരാത്ത ചില വിജിലൻസ് റിപ്പോർട്ടുകൾ കൂടി ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടാകാം. അതുകൂടി വെച്ചാണ് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥ വീഴ്ചയെപ്പറ്റി പറയുന്നത്. അപ്പോൾ സമഗ്രമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. പൂജ അവധിക്ക് ശേഷം തിങ്കളാഴ്ച കോടതി തുറക്കുമ്പോൾ ഈ വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കോടതി ഒരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം എന്നാവശ്യപ്പെടാൻ പോവുകയാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം നിരാകരിക്കുകയും ചെയ്തു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.